നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ വൻ MDMA വേട്ട. 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പിടിയിൽ. ഗുരുവായൂർ പാവറട്ടി സ്വദേശികളായ ഷിഹാസ്, ജിഷ്ണു, അൻഷാദ്, ഷബീർ, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. കുന്നംകുളം നഗരസഭാ പരിധിയിൽ തെരുവുനായ ആക്രമണം രൂക്ഷമായിട്ടും അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാർ സത്യാഗ്രഹ സമരം നടത്തി. കേബിൾ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും തടസ്സമില്ലാത്തതുമായ സേവനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CCTVയുടെ മറ്റൊരു ശൃംഖല ഇനി വടക്കേക്കാട്. പുതിയ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് നിർവഹിക്കും. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയെ പുറത്താക്കി കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന TN പ്രതാപനെതിരെ പ്രവർത്തിച്ചുവെന്ന പാർട്ടിയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി മുബാറക് കേച്ചേരിയെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ വൻ MDMA വേട്ട. 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പിടിയിലായി. തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് നടത്തിയ അതിവേഗ നീക്കങ്ങളിലാണ് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നായി 6 പേരെ അറസ്റ്റ് ചെയ്തത്. 322 ഗ്രാം MDMAയുമായി ഗുരുവായൂർ പാവറട്ടി സ്വദേശികളായ ഷിഫാസ്, ജിഷ്ണു, അൻഷാദ്, ഷബീർ, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ വാണിയമ്പാറയിൽ വെച്ച് സിറ്റി ഡാൻസ് ഓഫ് സംഘം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഷിഫാസ്, ജിഷ്ണു, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവർ ആദ്യം പിടിയിലാകുന്നത്. ഇവരെ വിശദമായി പരിശോധിച്ചതിൽ പിടിയിലായ ഒരു സ്ത്രീയുടെ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ 2 ഗ്രാം MDMA കണ്ടെടുത്തു. തുടർന്ന് നടത്തിയ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഷിഫാസിന്റെ വീട്ടിൽ നിന്നും അധികമായി 20 ഗ്രാം മയക്കുമരുന്ന് കൂടി പിടിച്ചെടുക്കാൻ പോലീസിന് സാധിച്ചു. ഈ പ്രതികളെ കേന്ദ്രീകരിച്ച് നടത്തിയ കൂടുതൽ അന്വേഷണവും ചോദ്യം ചെയ്യലുമാണ് മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാന കണികളിലേക്കും വൻ ശേഖരത്തിലേക്കും പോലീസിനെ എത്തിച്ചത്. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാവക്കാട് പഞ്ചാരമുക്കിലുള്ള ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ പോലീസ് പരിശോധന നടത്തി. ഇവിടെ നിന്ന് ഒരു കവറിൽ 3 പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ച നിലയിൽ 300 ഗ്രാം MDMA കണ്ടെത്തുകയായിരുന്നു. ഈ സംഭവത്തിലാണ് പാലയൂർ സ്വദേശിയായ അൻഷാദും ചക്കങ്കണ്ടം സ്വദേശിയായ ഷബീറും പിടിയിലായത്. പ്രതികൾ സംഘടിതമായി മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവരാണെന്നാണ് പോലീസിന്റെ നിഗമനം. പിടിയിലായ പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ഇവരുടെ ലഹരി ഇടപാടുകൾക്ക് പിന്നിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും മയക്കുമരുന്ന് എവിടെ നിന്നാണ് എത്തിച്ചതെന്നുമുള്ള കാര്യങ്ങളെ കേന്ദ്രീകരിച്ച് തുടർ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് സംഘം. തൃശൂർ കുന്നംകുളം റോഡിൽ കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ബേക്കറിയിലേക്ക് ഇടിച്ചു കയറി. യൂണിറ്റി ആശുപത്രിക്ക് സമീപം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടിയാണ് അപകടം. ആർക്കും പരിക്കില്ല. ബേക്കറിയിൽ ഈ സമയം ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന പാരഡൈസ് എന്ന സ്വകാര്യ ബസ് മുന്നിൽ പോവുകയായിരുന്ന പിക്കപ്പ് വാനിന്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട വാൻ റോഡരികിലെ ബേക്കറിയിലേക്ക് പാഞ്ഞു കയറി. ബേക്കറിയുടെ മുൻവശത്തെ ടേബിളുകളും മറ്റ് സാധനങ്ങളുമെല്ലാം ഇടിച്ചാണ് വാൻ നിന്നത്. കടയ്ക്കുള്ളിലെ ഫർണിച്ചറുകൾക്കും സാധനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് ബസ്സിനും പിക്കപ്പ് വാനിനും കേടുപാടുകൾ ഉണ്ടായി. കേബിൾ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും തടസ്സമില്ലാത്തതുമായ സേവനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CCTVയുടെ മറ്റൊരു ശൃംഖല ഇനി വടക്കേക്കാടും. പുതിയ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. വെല്ലോസ് മീഡിയ എന്ന പേരിൽ പുന്നയൂർ, പുന്നയൂർകുളം, വടക്കേക്കാട് എന്നീ പഞ്ചായത്തുകളിലെ 15ഓളം കേബിൾ TV ഓപ്പറേറ്റർമാർ ഒരു ക്ലസ്റ്ററായി കേരള വിഷൻ കേബിൾ TV ഇന്റർനെറ്റ് സർവീസ് ഓപ്പറേറ്റർമാരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് പ്രവർത്തനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനത്തിനാണ് ഞായറാഴ്ച ഔപചാരികമായി തുടക്കമാകുന്നത്. കേബിൾ TV സേവനങ്ങൾക്ക് കൃത്യമായ കസ്റ്റമർ കെയർ സംവിധാനം മൂലം ഉപഭോക്താക്കളുടെ പരാതികൾക്കും ആവശ്യങ്ങൾക്കും ഉടനടി പരിഹാരമുറപ്പാക്കുക, ഓപ്പറേറ്റർമാർ തമ്മിലുള്ള മികച്ച സഹകരണത്തിലൂടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുക തുടങ്ങിയവയാണ് പുതിയ സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യം. വടക്കേകാട് കല്ലിങ്ങൽ റോഡിൽ അൽവഫറ ബിൽഡിംഗിൽ ആരംഭിക്കുന്ന വെല്ലോസ് മീഡിയയുടെ ഉദ്ഘാടനം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് നിർവഹിക്കും. വടക്കേകാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ നിഷിത ബാബു, KCCL ചെയർമാൻ PP സുരേഷ് കുമാർ,
COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അബൂബക്കർ സിദ്ദീഖ്, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി CG ജോസ്, KCCL ഡയറക്ടർ VP ബൈജു, TCV മാനേജിംഗ് ഡയറക്ടർ PM നാസർ, CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക പൊതുരംഗത്തെ പ്രവർത്തകർ പങ്കെടുക്കും. കുന്നംകുളം CCTV എന്ന, അതായത് കമ്മ്യൂണിറ്റി കേബിൾ ടെലിവിഷൻ്റെ കീഴിലുള്ള ഓപ്പറേറ്റർമാരുടെ ഒരു കൂട്ടായ്മയാണിത്. അതായത് വടക്കേക്കാട്, പുന്നിയൂർ, പുന്നിയൂർക്കുളം എന്നീ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന 15ഓളം വരുന്ന ഓപ്പറേറ്റർമാർ കേന്ദ്രീകൃതമായിട്ട് ഒരു സ്ഥലത്ത്, അതായത് വടക്കേക്കാട് സെൻറ്ററായിട്ട് ഇവിടെ പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങുകയാണ്. നാളെ ഞായറാഴ്ച 28-ാം തീയതി കാലത്ത് 10 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായി വരികയും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് COA ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PP സുരേഷ് കുമാർ അവർകളാണ്. വെല്ലോസ് മീഡിയ മാനേജിംഗ് പാർട്ണർ ബാബു നാസറിൻ്റെയും മാനേജർ സിൻഡോ ജോസിൻ്റെയും നേതൃത്വത്തിൽ 14ഓളം കേബിൾ TV ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ടു പോകുന്നത്. വെലോക്സ് മീഡിയ എന്ന ഈ കൂട്ടായ്മയുടെ മാനേജിംഗ് പാർട്ട്ണർ ശ്രീ ബാബു നാസർ പറഞ്ഞതുപോലെ ഈ കൂട്ടായ്മയുടെ ഉദ്ഘാടനം ജൂൺ 28 ഞായർ കാലത്ത് 10 മണിക്കാണ് നടക്കപ്പെടാൻ പോകുന്നത്. ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ ഉപഭോക്താക്കളോടും നന്ദി പറയുന്നതോടൊപ്പം തുടർന്നുള്ള കാലഘട്ടങ്ങളിലും സഹകരണം പ്രതീക്ഷിക്കുന്നു. കുന്നംകുളം നഗരസഭാ പരിധിയിൽ തെരുവുനായ ആക്രമണം അതിരൂക്ഷമായിട്ടും അധികൃതർ സത്വര നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ സത്യാഗ്രഹ സമരം നടത്തി. നഗരസഭാ ഓഫീസിന് മുൻപിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു പ്രതിഷേധം. കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, മിനി മോൻസി, റോഷിദ് ഓടാട്ട്, KP അനീന, മിനി, ജിഷ എന്നിവരുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹ സമരം നടന്നത്. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരം തെരുവുനായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇതുമൂലം നിരവധി സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. എന്നിട്ടും തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനായി നഗരസഭാ അധികൃതരുടെ ഭാഗത്തുനിന്നും കാര്യമായ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് കൗൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് കോൺഗ്രസ് കൗൺസിലർമാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കൗൺസിലർ ഷാജി ആലിക്കൽ പറഞ്ഞു. സമരം ആരംഭിച്ച കൗൺസിലർമാരെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PI തോമസ് അഭിവാദ്യം ചെയ്തു. സമരത്തിൽ പങ്കെടുക്കുന്ന കൗൺസിലർമാരെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റെജി മാഷ്, ബ്ലോക്ക് ട്രഷറർ ഉണ്ണി ഏറത്ത്, INTUC റീജിയണൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി തമ്പി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെറിൻ P രാജു എന്നിവർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. മുള്ളൂർക്കരയിൽ കാട്ടാനയെത്തി. തൃശൂർ പട്ടാമ്പി സംസ്ഥാന പാത മുറിച്ചു കടന്നാണ് കാട്ടാനയെത്തിയത്. ആന ജനവാസ മേഖലയിൽ എത്തിയതോടെ ജനങ്ങൾ ഭീതിയിലായി. വാഴക്കോട് BRDക്ക് സമീപത്താണ് കാട്ടാന റോഡ് മുറിച്ച് ജനവാസ മേഖലയിലേക്ക് കയറിയത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവം. വനംവകുപ്പ് സംഘമെത്തി പിന്നീട് ആനയെ തുരത്തി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഹാൻസ് പോലെയുള്ള ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നത് ചോദ്യം ചെയ്തതിന് പിതാവിനെ മകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. സംഭവത്തിൽ കുന്നംകുളം സ്വദേശി വടക്കേ തലക്കൽ വീട്ടിൽ 77 വയസ്സുള്ള സൈമണെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 7:30ഓടെയായിരുന്നു സംഭവം. ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിനെതിരെ പിതാവ് സൈമൺ നിരന്തരം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇതിനിടയിൽ 600ഓളം പാക്കറ്റ് ഹാൻസുമായി സൈമണിന്റെ മകൻ ജോബി കഴിഞ്ഞ ദിവസം കുന്നംകുളം പോലീസിന്റെ പിടിയിലായിരുന്നു. ലഹരി വസ്തുക്കൾ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഇന്നും രാവിലെ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നത് കണ്ട സൈമൺ ഇത് തടയാൻ ശ്രമിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് പ്രകോപിതനായ ജോബി പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. സൈമണിന്റെ നെഞ്ചിൽ ചവിട്ടുകയും മുഖത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മർദ്ദിക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വാർഡ് കൗൺസിലർ റീജ സലീലിന്റെ നേതൃത്വത്തിൽ പരിക്കേറ്റ സൈമണിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ സൈമൺ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് പ്രതിയായ ജോബിക്കായി അന്വേഷണം ആരംഭിച്ചു. നേരത്തെയും ഇത്തരത്തിൽ മകൻ തന്നെ മർദ്ദിച്ചതിനെ തുടർന്ന് സൈമൺ തൃശൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പരാതി പരിഗണിച്ച ജില്ലാ കളക്ടർ സൈമണെ മർദ്ദിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകുകയും പ്രതിമാസം 3000 രൂപ പിതാവിന് നൽകാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഈ ഉത്തരവ് പോലും ലംഘിച്ചാണ് മകൻ വീണ്ടും ക്രൂരമായി ആക്രമിച്ചതെന്ന് പിതാവ് പറഞ്ഞു.
അവരൊക്കെ ബന്ധമുള്ളവരുണ്ട് വീട്ടിൽ നായക്കാരുടെ വന്നിട്ടുണ്ട്. എനിക്ക് വയ്യ ഇങ്ങനെയാണ് മറ്റേ 60 വയസ്സായി എനിക്ക് വയ്യ ചെയ്ത് വീട് പിച്ചവടെ നേരെ മുമ്പിനെ നോക്കണം. എൻ്റെ വീട് അവിടെ ഞാൻ മക്കളെ പുണ്യർക്കുളം മണ്ടത്തോട് ബൈക്ക് തെന്നി മറിഞ്ഞ അപകടം 2 പേർക്ക് പരിക്ക്. പാപ്പാളി സ്വദേശികളായ ചന്ദനത്ത് ഉമ്മർ, നാലകത്ത് റൈഹാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ അണ്ടത്തോട് 6 വരി പാതയിലാണ് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞത്. അപകടത്തിൽ പരിക്കേറ്റ 2 പേരെയും അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി റൈഹാനയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ഉമ്മറിനെ ചാവക്കാട് റിപ്പോർട്ടർ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയെ പുറത്താക്കി കോൺഗ്രസ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന TN പ്രതാപനെതിരെ പ്രവർത്തിച്ചതിന് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി മുബാറക് കേച്ചേരിയെയാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. തിരഞ്ഞെടുപ്പിനു ശേഷം ചൂണ്ടൽ പഞ്ചായത്തിലെ 14-ാം വാർഡ് കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏപ്രിൽ 27-ന് ചേർന്ന UDF ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ മണ്ഡലത്തിൽ നടക്കുന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും മുഴുവൻ പരിപാടികളിൽ നിന്നും മുബാറക്കിനെ പൂർണ്ണമായും മാറ്റി നിർത്താനും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനും DCCക്ക് കത്ത് നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെയും മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നേതൃത്വം മുബാറക്കിനെ പുറത്താക്കിയിരിക്കുന്നത്. മണലൂർ നിയോജക മണ്ഡലത്തിലെ 65-ാം നമ്പർ ബൂത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BLO ചുമതല നൽകിയിരുന്നത് മുബാറക്കിനായിരുന്നു. ഔദ്യോഗിക ചുമതല ദുരുപയോഗപ്പെടുത്തി UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നതിന് ശ്രമിച്ചു എന്നതായിരുന്നു ഇദ്ദേഹത്തിനെതിരായ നേതൃത്വത്തിന്റെ ആരോപണം. UDFന്റെ ബൂത്ത് ചെയർമാൻ VM ഷാജഹാൻ വോട്ട് ചേർക്കുന്നതിന് നൽകിയ അപേക്ഷകളൊന്നും സ്വീകരിക്കാതെ മടക്കിക്കൊടുക്കുകയും ഇലക്ഷൻ സ്ലിപ്പ് വിതരണം പരമാവധി വൈകിപ്പിച്ചും സ്ലിപ്പ് കൊടുക്കാൻ പോയ പല വീടുകളിലും UDF സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥന നടത്തിയെന്നും മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി കസീബിനെ മുബാറക് ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കിയതായും പരാതി ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജില്ലാ നേതൃത്വം നടപടി സ്വീകരിച്ചത്. CPMന്റെ സംയോജിത കൃഷി വീടുകളിലേക്കും കടവല്ലൂർ പഞ്ചായത്തിൽ 20 ക്ലസ്റ്ററുകളായി തിരിച്ച് 500 വീടുകളിലേക്കാണ് വിവിധയിനം പച്ചക്കറികളുടെ 25,000 തൈകൾ കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ വിതരണം ചെയ്തത്. ബാങ്ക് പ്രസിഡന്റ് AK മോഹനന്റെ അധ്യക്ഷതയിൽ ബാങ്ക് പരിസരത്ത് നടന്ന തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി ബീന, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം, സംയോജിത കൃഷി ഏരിയ കോർഡിനേറ്റർ KB ജയൻ, നേതാക്കളായ MN മുരളീധരൻ, പത്മം വേണുഗോപാൽ, KE സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. കുറ്റിപ്പുറം സംസ്ഥാനപാത കടവല്ലൂർ പഞ്ചായത്ത് കല്ലമ്പുറം ജംഗ്ഷനിൽ വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ കല്ലമ്പുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അധികൃതർ സുരക്ഷാ നടപടികൾ ശക്തമാക്കി. ഇത് സംബന്ധിച്ച് CCTVയും നേരത്തെ വാർത്ത നൽകിയിരുന്നു. കഴിഞ്ഞയാഴ്ച സംഘടന നൽകിയ പരാതി ജില്ലാ കളക്ടർ വിവിധ വകുപ്പുകൾക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷയുടെ ഭാഗമായി ശനിയാഴ്ച രാവിലെ ജംഗ്ഷനിൽ നിന്ന് കുന്നംകുളം കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമായി 40 മീറ്റർ ദൂരത്തിൽ 3ഇടങ്ങളിലായി 6 ലൈനുകളിലായി റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചു. അപകടങ്ങൾ കുറയ്ക്കാനും വാഹനങ്ങളുടെ അമിതവേഗത നിയന്ത്രിക്കാനുമായി മഞ്ഞ നിറത്തിലുള്ള സുരക്ഷാ ലൈനുകളും റംബിൾ സ്ട്രിപ്പുകളും റോഡിൽ ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ ഇവയ്ക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കുലുക്കവും ശബ്ദവും ഡ്രൈവർമാരെ ജാഗ്രതപ്പെടുത്തുകയും വേഗത കുറയ്ക്കാനും സഹായകരമാകും. രാത്രികാല യാത്രകളിലും അപകട സാധ്യതയുള്ള മേഖലകളിലും സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ക്രമീകരണങ്ങൾ. അതേസമയം മുന്നറിയിപ്പ് അടയാളങ്ങൾ ശ്രദ്ധിച്ച് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിച്ച് ജാഗ്രതയോടെ യാത്ര ചെയ്യണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ നിർദ്ദേശിച്ചു. കേരള കർഷക സംഘം ചാവക്കാട് ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ മുൻ MLAയും കിസാൻ സഭ അഖിലേന്ത്യാ കമ്മിറ്റി അംഗവുമായ മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ കിസാൻ സഭ 36ാമത് ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കേരള കർഷക സംഘം 28ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ചാവക്കാട് ഏരിയ സമ്മേളനമാണ് 2 ദിവസങ്ങളിലായി പുന്നിയൂർക്കുളത്ത് നടക്കുന്നത്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കർഷക സംഘം ഏരിയ പ്രസിഡന്റ് MR രാധാകൃഷ്ണൻ പതാക ഉയർത്തിയതോടെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി.
തുടർന്ന് നടത്തിയ പ്രതിനിധി സമ്മേളനം മുൻ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. രക്തസാക്ഷി പ്രമേയം KV അബ്ദുൽ കരീമും അനുശോചന പ്രമേയം VD ധനീബും അവതരിപ്പിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ M ബാലാജി, MN സത്യൻ, TT ശിവദാസൻ, NK അക്ബർ MLA തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശത്തെ വിവിധ കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ചും കർഷക പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ട സമരപരിപാടികളെക്കുറിച്ചും കർഷകർക്ക് പുതിയ ദിശാബോധം നൽകുന്നതിനു വേണ്ടിയുള്ള ചർച്ചകളും നടന്നു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ അപ്പു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ഞാറ്റുവേല ചന്തയുടെ ആദ്യ വിൽപ്പന ഉദ്ഘാടനത്തിൽ TS സുരേഷ് പച്ചക്കറി തൈകൾ ഏറ്റുവാങ്ങി. ഞായറാഴ്ച വൈകിട്ട് 4-ന് പ്രകടനവും തുടർന്ന് ആൽത്തറ സെന്ററിൽ സഖാവ് KV രാമകൃഷ്ണൻ നഗറിൽ പൊതുസമ്മേളനവും നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കർഷക ആദരവ്, കാർഷിക ക്ലാസ്, കാർഷിക മത്സരങ്ങൾ, നാടൻപാട്ട്, വടക്കൻ ചുവടുകളി, മഴപ്പെയ്ത്ത് എന്നീ വിവിധ പരിപാടികളുണ്ടാകും. സംസ്കാര സാഹിതി കുന്നംകുളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലാകാരന്മാർക്കുള്ള ആദരം ഒരുക്കി. കുന്നംകുളം ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് ഗിന്നസ് സത്താറാദൂർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KH ആബിദ അധ്യക്ഷയായി. ജില്ലാ കൺവീനർ അനിൽ സമ്രാട്ട് മുഖ്യാതിഥിയായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PI തോമസ് സമ്മാന വിതരണം നടത്തി. ലത്തീഫ് വട്ടമ്പാടം, കവിത പ്രേംരാജ്, കലാഭവൻ ബാദുഷ, സുലൈമാൻ കൂടല്ലൂർ, പ്രജിത ബിജു, TV വിജയൻ, ബിജീഷ് KR എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരിയിൽ പൊതുയിടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് പഞ്ചായത്ത് ഭരണസമിതി. ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ ഉദ്ഘാടനം നടന്നു. മറ്റം സെന്ററിൽ നടന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് മാത്രമല്ല യഥാർത്ഥ മാലിന്യമെന്നും മയക്കുമരുന്നും മദ്യവുമൊക്കെയാണ് ശരിക്കും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്ന വലിയ മാലിന്യങ്ങളെന്നും പ്രൊഫസർ രവീന്ദ്രനാഥ് ഓർമ്മിപ്പിച്ചു. ഇത്തരം ആന്തരിക മാലിന്യങ്ങളെ നമ്മൾ തന്നെ മുൻകൈയെടുത്ത് ജീവിതത്തിൽ നിന്നും മാറ്റണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. ഗുരുവായൂർ സബ് ഇൻസ്പെക്ടർ U മഹേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ഉഷ പ്രഭുകുമാർ എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുധീബ, സ്ഥിരം സമിതി അധ്യക്ഷരായ നിവ്യ റനീഷ്, VK ദാസൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ക്യാമറകൾ പ്രവർത്തന സജ്ജമായതോടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും സുരക്ഷയും നിരീക്ഷണവും കൂടുതൽ ശക്തമാകും. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ മാസാചരണം ആരംഭിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴത്തേതിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത പുസ്തക രചയിതാവുമായ VS സരോജിനി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ ബിജി ടീച്ചർ, ഹെഡ് മിസ്ട്രസ് ജെൻസി, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന നിരവധി പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സാഹിത്യ തൂൺ, കയ്യെഴുത്ത് മാസിക പ്രകാശനം, ക്വിസ് മത്സരങ്ങൾ, വായനാ രചനാ മത്സരങ്ങൾ, വായനാ വണ്ടി, പത്രവായന പ്രോത്സാഹനം തുടങ്ങിയവയും പരിപാടികളും വരും ദിവസങ്ങളിൽ കുട്ടികൾക്കായി നടക്കും. മാധ്യമപ്രവർത്തകനായ PA ദിനുദാസിന്റെ ആദ്യ കവിതാ സമാഹാരം കലർപ്പ് ഞായറാഴ്ച പ്രകാശിതമാകും. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വായന പക്ഷാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പുസ്തക പ്രകാശനം നടക്കുക. തൃശൂരിലെ പ്രമുഖ പ്രസിദ്ധീകരണശാലയായ ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസാണ് കവിതാ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. നവമാധ്യമങ്ങളിലും ദേശാഭിമാനി പോലുള്ള വാരികയിലും ഇതിനകം എഴുതിയ 30-ൽ പരം കവിതകളാണ് ദിനുദാസിന്റെ ആദ്യ കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആത്മീയ നാട്യങ്ങളുടെ, ജീവിതാസക്തികളുടെ ദുഷിപ്പുകൾക്കെതിരെയും നിരാധാര ജീവിതങ്ങളുടെ ഇരകളാകപ്പെട്ടവരുടെ സങ്കട വൃത്താന്തങ്ങൾക്കൊപ്പവും സഞ്ചരിക്കുന്ന വാക്കുകൾ കാവ്യഭാഷയിലും പ്രമേയത്തിലും ചില വിള്ളലുകൾ സൃഷ്ടിച്ച് പിറവി കൊണ്ട കവിതകളാണ് കലർപ്പിൽ ഉൾച്ചേർത്തിട്ടുള്ളത്. ഞായറാഴ്ച വൈകിട്ട് 5:30 വായനശാലയിലെ കേശവേട്ടൻ സ്മൃതി മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ CPIM ജില്ലാ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനുമായ KV അബ്ദുൽ ഖാദർ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. തൃശൂർ പ്രസ് ക്ലബിന്റെ വൈസ് പ്രസിഡന്റും ദേശാഭിമാനി സബ് എഡിറ്ററുമായ അക്ഷിത രാജ് ആദ്യ പ്രതി ഏറ്റുവാങ്ങും.
കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് എന്നിവർ പ്രകാശന ചടങ്ങിൽ മുഖ്യാതിഥികളാകും. കവി പ്രസാദ് കാക്കശ്ശേരി പുസ്തക പരിചയം നടത്തും. പ്രമുഖ സൈക്കോളജിസ്റ്റും വിദ്യാഭ്യാസ ചിന്തകനുമായ ഡോക്ടർ VC ബിനോജ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസ് എഡിറ്റർ ഇൻചാർജ് സനിത അനൂപ്, നോവലിസ്റ്റ് രജിതൻ കണ്ടാണശ്ശേരി, കവയത്രി മഞ്ജുഷ VB എന്നിവർ സംസാരിക്കും. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി പുന്നൂർക്കുളം ഉപ്പുങ്ങലിൽ മത്സ്യവിത്ത് ഇറക്കി. ചാവക്കാട് മത്സ്യഭവന്റെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ കോൾ കൃഷി സഹകരണ സംഘത്തിന്റെ കീഴിലുള്ള ഉപ്പുങ്ങൽ വടക്കേ പടവിൽ ഒരു നെല്ലും ഒരു മീനും പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മത്സ്യവിത്ത് നിക്ഷേപം നടത്തിയത്. കോൾപ്പടവ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് അല്ലിപ്പറമ്പിൽ ജാഫറിന്റെ അധ്യക്ഷതയിൽ പുന്നൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. 50 ഹെക്ടർ പാടശേഖരത്തിൽ 1.5 ലക്ഷം കാർപ്പ് ഇനത്തിൽപ്പെട്ട കട്ല, ഗ്രാസ് കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. പഞ്ചായത്ത് മെമ്പർമാരായ നദീറ ഷെരീഫ്, ഹസീന അബുതാഹിർ, കോൾപ്പടവ് സഹകരണ സംഘം സെക്രട്ടറി MD ബിജു, ഫിഷറീസ് അക്വാകൾച്ചർ പ്രൊമോട്ടർ CK ഗീതമോൾ എന്നിവർ പങ്കെടുത്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ആദരം 2026 സംഘടിപ്പിച്ചു. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുടുംബശ്രീ അംഗങ്ങളുടെ മക്കളെ ആദരിക്കൽ, കുടുംബശ്രീയുടെ ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് യൂണിറ്റിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയുടെ ഉദ്ഘാടനം കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം M. ബാലാജി നിർവഹിച്ചു. ചടങ്ങിൽ JLG അംഗങ്ങളുടെ പലിശ സബ്സിഡി, സംരംഭക ലോൺ, കുടുംബശ്രീ ഇൻഷുറൻസ്, ഡെത്ത് ക്ലെയിം എന്നിവയുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ടീച്ചർ, പ്രഭാത് മുല്ലപ്പള്ളി, ഹസീന, ബ്ലോക്ക് മെമ്പർമാരായ പ്രജിത്ത്, റംഷിയ, പഞ്ചായത്ത് അംഗങ്ങളായ റസാഖ് അഫ്സൽ, രേഷ്മ, രജിത, ഫസീല എന്നിവർ സംസാരിച്ചു. CDS അക്കൗണ്ടന്റ് മഞ്ജുള സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ ശ്രീതി നന്ദിയും പറഞ്ഞു. കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർമാർ, കമ്മ്യൂണിറ്റി കൗൺസിലർ, CDS മെമ്പർമാർ, RPമാർ, 224 കുടുംബശ്രീകളിലെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരും പങ്കെടുത്തു. എരുമപ്പെട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വടക്കാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ബ്ലോക്ക് തല ഉദ്ഘാടനം ഞായറാഴ്ച എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. രാവിലെ 9 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു ഉദ്ഘാടനം ചെയ്യും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ O. ശ്രീകൃഷ്ണൻ അധ്യക്ഷനാകും. പരിപാടിയുടെ ഭാഗമായി രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ എരുമപ്പെട്ടി പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങൾ പോളിയോ വാക്സിൻ നൽകും. 5 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികളെയും സമീപത്തുള്ള പോളിയോ വാക്സിൻ വിതരണ കേന്ദ്രത്തിലെത്തിച്ച് പോളിയോ തുള്ളിമരുന്ന് നൽകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. പുതിയ കാലത്തെ പാട്ടുകളെ തള്ളി പറയരുത് എന്ന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു. പൈതൃകം ഗുരുവായൂരിന്റെയും മണലൂർ തുള്ളൽ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ സംഘടിപ്പിച്ച ആദരണീയം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമകളുടെ കഥകൾക്ക് യോജിക്കുന്നതാകണം സിനിമാ ഗാനങ്ങൾ. പണ്ടുകാലത്ത് പുറത്തിറങ്ങിയിരുന്നതുപോലെയുള്ളവയല്ല ഇന്നത്തെ സിനിമകൾ. ഇന്ന് കുടുംബകഥകളൊന്നുമില്ല. ഇന്നത്തെ അതിവേഗ ജീവിതം പോലെ തന്നെയാണ് പുതിയ കാലത്തെ സിനിമകളും. അത്തരം സിനിമകൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തുന്നതാണ് പുതിയ പാട്ടുകൾ. അതുകൊണ്ട് പുതിയ കാലത്തെ സിനിമാ ഗാനങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. മണലൂർ തുള്ളൽ കേന്ദ്രം ഏർപ്പെടുത്തിയ മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരം കലാമണ്ഡലം മഹേന്ദ്രനും കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരം കലാമണ്ഡലം വിഷ്ണു പനന്താനത്തിനും സമ്മാനിച്ചു. പൈതൃകം അംഗവും സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥനുമായ GS അജിത് രചിച്ച ഭാവനോദ്യാനം എന്ന കൃതിയുടെ പ്രകാശനവും നടന്നു. സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ സ്വാമി ഹരിനാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. മണലൂർ തുള്ളൽ കേന്ദ്രം ഡയറക്ടർ മണലൂർ ഗോപിനാഥ്, ഗുരുവായൂർ ദേവസ്വം റിട്ടയർഡ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ R. നാരായണൻ, പൈതൃകം സെക്രട്ടറി മധു K. നായർ, ട്രഷറർ KK വേലായുധൻ, തുള്ളൽ ആചാര്യന്മാരായ കലാമണ്ഡലം ഗോപിനാഥ പ്രഭ, കലാമണ്ഡലം പരമേശ്വരൻ, പഴുവിൽ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണവും PN പണിക്കർ അനുസ്മരണ പ്രഭാഷണവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഞായറാഴ്ച നടക്കും. ചാലശ്ശേരി സയൻ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്യും. ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി മുഖ്യാതിഥിയാകും.
ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനിവീനു അധ്യക്ഷത വഹിക്കും. സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ ഇ.എൻ. ഉണ്ണികൃഷ്ണൻ, പി.എൻ. പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കും. പൊതുജനങ്ങളുടെ പരാതികൾക്ക് വേഗത്തിൽ പരിഹാരം കാണുവാനായി ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് A.M. നിതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. അദാലത്തിൽ പരിഗണിച്ച 20 പരാതികളിൽ 16 എണ്ണത്തിന് സ്ഥലത്തുതന്നെ തീർപ്പ് കൽപ്പിക്കാൻ സാധിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം 20ഓളം പരാതിക്കാരും എതിർവിഭാഗവും അദാലത്തിൽ നേരിട്ട് ഹാജരായിരുന്നു. വ്യക്തമായ തീരുമാനമാകാത്ത അവശേഷിക്കുന്ന 4 പരാതികളിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നേരിട്ട് സ്ഥലപരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പരാതികളിലെ തുടർ നടപടികൾ വരാനിരിക്കുന്ന 2ാം ഘട്ട അദാലത്തിൽ പൂർത്തിയാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. 2ാം ഘട്ട പരാതി പരിഹാര അദാലത്ത് ആഗസ്റ്റ് മാസത്തിൽ സംഘടിപ്പിക്കുമെന്ന് A.M. നിതീഷ് അറിയിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബേറ്റ വർഗീസ്, വിവിധ വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി വി. വൃന്ദ, മറ്റ് പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റി യോഗം ജില്ലാ പ്രസിഡന്റ് PM മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് PS രാഘവൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി NM മുത്തു സ്വാഗതവും ട്രഷറർ MA അബ്ബാസ് നന്ദിയും പറഞ്ഞു. സോമില്ലുകളുടെ ഫോറസ്റ്റ് ലൈസൻസ് പുതുക്കുവാൻ 50,000 രൂപയും അടയ്ക്കണമെന്നുള്ള നിയമം കൊണ്ടുവന്ന് അനുദിനം ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യവസായത്തെ തകർക്കുന്ന സമീപനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി KSEB ചാലിശ്ശേരി സെക്ഷനിലെ ജീവനക്കാർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഓഫീസും പരിസരവും വൃത്തിയാക്കി. നിരവധി പേർ ദിനംപ്രതി വന്നുപോകുന്ന മിനി സിവിൽ സ്റ്റേഷനിൽ കാട് കയറിയ ഓഫീസ് പരിസരം ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് വൃത്തിയാക്കിയത്. സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സോന, സബ് എഞ്ചിനീയർമാരായ സുരേഷ് ബാബു, പ്രവീൺ, ശ്രീനിവാസൻ, രവി, സൂര്യൻ, ചിന്തുമോൻ, സുന്ദരൻ മുണ്ട്രകോട്, മജീദ്, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സുരക്ഷാ പ്രതിജ്ഞയുമെടുത്തു. വെളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. സ്കൂൾ പ്യൂപ്പിൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ പ്യൂപ്പിൾ ലീഡർ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. ബദനി ആശ്രമാംഗം ഫാദർ ആൻഡ്രൂസ് OIC സ്കൂളിൽ സജ്ജമാക്കിയ പോളിംഗ് ബൂത്ത് ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം, നടപടിക്രമങ്ങൾ, വോട്ട് രേഖപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കാൻ വേണ്ടിയാണ് സോഷ്യൽ സയൻസ്, IT വിഭാഗങ്ങളുടെ സംയുക്ത നേതൃത്വത്തിൽ ഹിതപരിശോധന ഒരുക്കിയത്. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C. രാധാമണി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ചാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് തിരഞ്ഞെടുപ്പ് ക്രമീകരിച്ചത്. തിരിച്ചറിയൽ രേഖയുമായി എത്തിയ വിദ്യാർത്ഥികൾ വിരലിൽ മഷി പുരട്ടി കമ്പ്യൂട്ടർ മോണിറ്ററിലൂടെ വോട്ട് രേഖപ്പെടുത്തി. വാശിയേറിയ വോട്ടെടുപ്പിനൊടുവിൽ സ്കൂൾ പ്യൂപ്പിൾ ലീഡറായി മുഹമ്മദ് നാജിഹും അസിസ്റ്റന്റ് സ്കൂൾ പ്യൂപ്പിൾ ലീഡറായി നവനീത് R. നായരും തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കണ്ടാൻശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. മറ്റം കരിസ്മ പാലസിൽ ചേർന്ന യൂണിറ്റ് കൺവെൻഷൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് C. നാരായണൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം TG രാമചന്ദ്രൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ചാൾസ് P. വർഗീസ് പുതിയ അംഗങ്ങൾക്ക് ബൊക്കെ നൽകി സ്വീകരിച്ചു. ബ്ലോക്ക് ട്രഷറർ CU ആലിസ് പ്രതിഭകളെ ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ MP ഗിരിജ, CP ആന്റണി, യൂണിറ്റ് സെക്രട്ടറി PR സത്യപാലൻ, CO ലൂസി, KK മല്ലിക എന്നിവർ സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ലഹരിക്കെതിരെ ജാഗ്രതയോടെ നാട്. വിവിധങ്ങളിൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി റാലികളും ഒപ്പുശേഖരണവും വിവിധ മത്സരങ്ങളും കലാവിരുന്നുകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിലുമായിരുന്നു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി നടത്തി. ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തൃത്താല MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി അധ്യക്ഷയായി. MLA ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ബോധവൽക്കരണ ജാഥയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയും ജാഥയിൽ പങ്കാളിയാവുകയും ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പൊളിയഞ്ഞാലിൽ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സവിത അജി, പഞ്ചായത്ത് അംഗം VR പ്രകാശ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പോലീസ് SHO MN ബിജോയ്, ASIമാരായ K പ്രമോദ്, KP ബിനേഷ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ നേതൃത്വം നൽകി. സ്കൂളിലെ SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ അനൂജ് കൃഷ്ണ,
വിമുക്തി കോർഡിനേറ്റർ ജോസ് ജെയിംസ്, NSS പ്രോഗ്രാം ഓഫീസർ കെ തസ്നി എന്നിവരുടെ നേതൃത്വത്തിൽ 100ഓളം കുട്ടികളും ജനപ്രതിനിധികളും നാട്ടുകാരും ബോധവൽക്കരണ ജാഥയിൽ പങ്കാളികളായി. ഡിവൈഎഫ്ഐ കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോരാടാം ലഹരിക്കെതിരെ ക്യാമ്പയിന്റെ ഭാഗമായി ചിറക്കൽ സെന്ററിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കലും ലഘുലേഖ വിതരണവും നടത്തി. മേഖലാ സെക്രട്ടറി അനുമോൻ സി തമ്പി ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ KK ഷമീർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി KA അഭിരാജ് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം PB നിവേദ് നന്ദിയും പറഞ്ഞു. ലഘുലേഖ വിതരണം പ്രസിഡന്റ് VS ലെനിൻ ഉദ്ഘാടനം ചെയ്തു. സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങളിലും യാത്രക്കാർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ലഘുലേഖ വിതരണവും ബോധവൽക്കരണവും നടത്തി. കമ്മിറ്റി അംഗങ്ങളായ PJ സിജോ, PM വൈഷ്ണവ്, PV വിതുൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂളിലും എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് നടന്നത്. പ്രധാനാധ്യാപിക സിസ്റ്റർ ആൻസിലിൻ പൂവത്താനം ലഹരിവിരുദ്ധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ സിസ്റ്റർ ലിനറ്റ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ഡീന ഡേമി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. തുടർന്ന് കടങ്ങോട് റോഡ് സെന്ററിൽ വിദ്യാർത്ഥികൾ നടത്തിയ തെരുവുനാടകം ശ്രദ്ധേയമായി. അലാണ്ട റോയി ലഹരിവിരുദ്ധ പ്രസംഗം നടത്തി. സഹവികാരി ഫാദർ സാൻഡിയോ എലുവത്തിങ്കൽ ലഹരിയുടെ സാമൂഹിക വിപത്തിനെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് എരുമപ്പെട്ടി CI S അനീഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിൽ ലഹരിക്കെതിരെ ഒപ്പുശേഖരണ പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോസ് താണിക്കൽ CMI പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ ലഹരി വിമുക്തമായ സമൂഹത്തിനു വേണ്ടിയുള്ള കൂട്ടായ്മയിൽ പങ്കുചേർന്നു. ഗുഡ് ഷെപ്പേർഡ് ITC ഡയറക്ടർ ഫാദർ ജോഷി പാലിയേക്കര ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ലഹരിമുക്ത സമൂഹത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. തുടർന്ന് ലഹരിക്കെതിരെ കുട്ടികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ഗുരുവായൂർ LF കോളേജിലെ NCC, NSS, അസ്ത്ര, കോളേജ് യൂണിയൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെ ബിൻസി ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ SI സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ റാലി കോളേജ് പ്രിൻസിപ്പളും SIയും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിവിരുദ്ധ പ്ലക്കാർഡുകളേന്തി വിദ്യാർത്ഥികൾ നടത്തിയ റാലി മമ്മിയൂർ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ജംഗ്ഷനിൽ പൊതുജനങ്ങൾക്ക് അവബോധമേകാൻ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. പരിപാടികൾക്ക് NCC പ്രോഗ്രാം ഓഫീസർ ലഫ്റ്റനന്റ് TJ മിനി, NSS പ്രോഗ്രാം ഓഫീസർ VJ നിതിഷ, കോളേജ് യൂണിയൻ സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ ജോലി ഡൊമിനിക് എന്നിവർ നേതൃത്വം നൽകി. എടക്കഴിയൂർ RPMM UP സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശീയപാതയിൽ കൈകോർത്തു പിടിച്ച് മനുഷ്യച്ചങ്ങല തീർത്തു. ചാവക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ NS രാജീവ് ചങ്ങലയിൽ അണിചേർന്നുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സലീം ആച്ചപ്പള്ളി, പ്രധാനാധ്യാപിക KT സബന, PTA പ്രസിഡന്റ് സലീം എന്നിവരും പങ്കെടുത്തു. തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ കടകൾ കയറി തൂഫാൻ ബോധവൽക്കരണം നടത്തുകയും കടകളിൽ തൂഫാൻ ഹെൽപ്പ് ലൈൻ സ്റ്റിക്കറുകൾ പതിക്കുകയും വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പരിപാടികൾക്ക് അധ്യാപകരായ PU രാമദാസ്, EM നജീബ്, ഫഹമിദ റജീബ് എന്നിവർ നേതൃത്വം നൽകി. കുന്നോളം ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരമൊരുക്കി നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, വാർഡ് മെമ്പർ ബീന ബാബു എന്നിവരെ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ചടങ്ങിൽ ക്ലബ്ബ് സൗജന്യമായി വീട് പണിത് നൽകിയ ബിനുവിന് ഇലക്ട്രിക് വീൽചെയർ കൂടി നൽകി. SSLC +2 വിജയിച്ച് നിർധനരായ 17 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും മൊമന്റോയും വിതരണം ചെയ്തു. 2 വനിതകൾക്ക് സ്വയം തൊഴിൽ തേടുന്നതിന്റെ ഭാഗമായി തയ്യൽ മെഷീനുകളും നൽകി. ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് ജോൺ, റീജിയൺ ചെയർപേഴ്സൺ ഗിൽബർട്ട് S പാറമേൽ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജ്യോതി സുരേന്ദ്രൻ, പ്രസിഡന്റ് സുജിക്സ് K അലസ് എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സെന്റർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. കഴിഞ്ഞ മെയ് 18 മുതൽ 21 വരെ കോഴിക്കോട് വെച്ച് നടന്ന 34ാമത് സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്ത വിഷയങ്ങളും തുടർ പ്രക്ഷോഭ പരിപാടികളും വിശകലനം ചെയ്യുന്നതിനാണ് CV ശ്രീരാമൻ സ്മാരക ഹാളിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മെഡിസെപ്പ്, പെൻഷൻ സംബന്ധമായ വിവിധ വിഷയങ്ങളിലുള്ള സംശയ നിവാരണവും നവാഗതർക്കുള്ള സ്വീകരണവും അംഗത്വ വിതരണവും ഇതോടൊപ്പം നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് VT ശ്രീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ അടുത്തിടെ അന്തരിച്ച യൂണിറ്റ് ട്രഷറർ ടി മുഹമ്മദിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ നവാഗതരെ സ്വീകരിച്ചു. തുടർന്ന് ബ്ലോക്ക് തല സ്പോർട്സ് മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ബ്ലോക്ക് സെക്രട്ടറി CG ജോബിരാജ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാതല കലോത്സവ വിജയി KK ഉല്ലാസ് കുമാർ കവിതാലാപനം നടത്തി. ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി മെമ്പർ KG പാറുക്കുട്ടി, ബ്ലോക്ക് രക്ഷാധികാരി PS വിഷ്ണു, യൂണിറ്റ് സെക്രട്ടറി KK മുഹമ്മദ് ഉണ്ണി, യൂണിറ്റ് വനിതാവേദി കൺവീനർ മേരി ഉതുപ്പ്, യൂണിറ്റ് രക്ഷാധികാരി PM ചേറു, ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ VC ഗീവർഗീസ്, ബ്ലോക്ക് വനിതാവേദി കൺവീനർ കൊച്ചുത്രേസ്യ, ബ്ലോക്ക് ട്രഷറർ ബീന ചാക്കോ, സൗത്ത് യൂണിറ്റ് സെക്രട്ടറി രാജഗോപാൽ, നോർത്ത് യൂണിറ്റ് സെക്രട്ടറി KM സൂസന്ന എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,195 രൂപ, സ്വർണം പവന് 1,05,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം ഒരുമനിയൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന ഇരിങ്ങപ്പുറം കാഞ്ഞിരത്തിങ്കൽ ഫ്രാൻസിസ് നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3:30 ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. റോസിയാണ് ഭാര്യ. ഷെറിൻ, ഷിബി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. തൃശൂരിൽ വൻ MDMA വേട്ട. 2 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ പിടിയിൽ. ഗുരുവായൂർ പാവർട്ടി സ്വദേശികളായ ഷിഫാസ്, ജിഷ്ണു, അൻഷാദ്, ഷബീർ, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. കുന്നംകുളം നഗരസഭ പരിധിയിൽ തെരുവുനായ ആക്രമണം അതിരൂക്ഷമായിട്ടും അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാർ സത്യാഗ്രഹ സമരം നടത്തി. കേബിൾ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും തടസ്സമില്ലാത്തതുമായ സേവനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കുന്നംകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CCTVയുടെ മറ്റൊരു ശൃംഖല ഇനി വടക്കേക്കാടും. പുതിയ ക്ലസ്റ്ററിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് നിർവഹിക്കും. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയെ പുറത്താക്കി കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന TN പ്രതാപനെതിരെ പ്രവർത്തിച്ചുവെന്ന പാർട്ടിയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി മുബാറക് കേച്ചേരിയെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.